മൂന്ന് പയ്യന്മാര് ചുമ്മാ കാട് കാണാനായിട്ട് കാട്ടിൽ പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഗുഹ കാണാണ്. ആ ഗുഹയുടെ അടിയിലോട്ട് ഇറങ്ങി പോകുമ്പോൾ എന്തോ ഒരു പ്രത്യേകതര സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അവർക്കറിയില്ല അത് എന്തൊക്കെയാണെന്ന്. അത് കണ്ടതിനു ശേഷം അവർക്ക് സൂപ്പർ പവേഴ്സ് കിട്ടുകയാണ്. ഒരു സാധനം അവർ കൈപോലും ഉപയോഗിക്കാതെ എടുത്ത് പൊക്കാനും മറിക്കാനും നശിപ്പിച്ചു കളയാനും കഴിയും, പറക്കാനും കഴിയും. ഇവർക്ക് എങ്ങനെയായിരിക്കും ഈ സൂപ്പർ പവർ കിട്ടിയിട്ടുള്ളത്? ഇവർ ഈ സൂപ്പർ പവർ വെച്ച് എന്തൊക്കെ ചെയ്ത് കാണും? ഇനിയിപ്പോ ഒരു മനുഷ്യരെ ഉപദ്രവിച്ച് കാണോ അതോ മനുഷ്യരെ സഹായിച്ച് കാണോ? എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ ദ ക്രോണിക്കിൾ എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ കഥയുടെ നായകനെയാണ്. അവന്റെ പേര് ആൻഡ്രൂ എന്നാണ്. ആൻഡ്രൂവിന്റെ ഒരു ക്യാമറ ഉണ്ട്. അതൊക്കെ എടുത്തു വെച്ച് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ആ സമയം പുറത്താരോ കൂട്ടുന്നുണ്ട്, തുറക്കടാ ഞാൻ അകത്തോട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട്. അത് മറ്റാരുമല്ല, ആൻഡ്രൂവിന്റെ അച്ഛനാണ്. എന്നാൽ ആൻഡ്രൂ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കത്തില്ല എന്ന് പറയുമ്പോൾ അങ്ങേര് കുറെ നേരം കൊട്ടിട്ട് അവിടെ നിന്ന് പോവാണ്. ആൻഡ്രൂ തുറക്കാത്തത് കൊണ്ട് തന്നെ അങ്ങേര് രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ആൻഡ്രൂ പോയി അവന്റെ അമ്മേനെ കാണും. അമ്മ ഒരു കിടപ്പ് രോഗിയാണ്. എന്തോ ഒരു അസുഖം വന്നിട്ട് കിടപ്പിലായതാണ്. അമ്മയ്ക്ക് ചെന്ന് അവൻ വാങ്ങിച്ച ക്യാമറ കാണിച്ചു കൊടുക്കും. ഇവൻ പുതിയതായിട്ടാണ് ഈ ക്യാമറ വാങ്ങിച്ചത്. അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷവും. അവരുടെ കുട്ടി ഒരു ക്യാമറ വാങ്ങിച്ചിട്ട് സന്തോഷപ്പെടുവല്ലേ. പിന്നെ അവൻ ഈ വീഡിയോ എടുക്കുന്നത് വേറൊന്നിനുമല്ല, യൂട്യൂബ് പോലത്തെ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ്, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്, ഒരു വ്ളോഗ് പോലെ. ഇതിനുശേഷം അവൻ സ്കൂളിൽ പോകാനായിട്ട് പുറത്തിറങ്ങി വരും. അവനെ പിക്ക് ചെയ്യാനായിട്ട് അവന്റെ കസിനാണ് വരുന്നത്. കസിന് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ കാറ് കയറി സ്കൂളിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ കസിൻ ചോദിക്കും, എപ്പോഴും ഈ ക്യാമറയും തൂക്കി പിടിച്ചാൽ അതെന്തോ ബോറ് പോലല്ലേ, എല്ലാവരും ഒരുമാതിരി വിചാരിക്കത്തില്ലെന്ന്. എന്നാൽ ആൻഡ്രൂവിന് അതൊന്നും വലിയ പ്രശ്നമല്ല. ആൻഡ്രൂ കസിന്റെ ഓരോ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. അവൻ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അവർ കാർ ഓടിച്ച് സ്കൂളിൽ ചെല്ലുന്നുണ്ട്. കസിന് വേറെ എന്തോ പണിയുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ അതിന് പോകാൻ നിൽക്കുകയാണ്. ആൻഡ്രൂവിനെ ഒറ്റയ്ക്ക് സ്കൂളിലോട്ട് പറഞ്ഞു വിടും. ആൻഡ്രൂ പോകുന്ന സമയത്ത് സ്കൂളിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. നല്ല പിള്ളേരും ഉണ്ട്, മോശപ്പെട്ട പിള്ളേരും ഉണ്ട്. അതിൽ ബുള്ളികളൊക്കെ വന്ന് ഈ ക്യാമറ ഒക്കെ പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൊടുക്കില്ല. ആ നേരം അങ്ങോട്ടൊരു പെൺകുട്ടി വരും. ആ പെൺകുട്ടി ഓടിക്കൊണ്ട് വന്നിട്ട് ഒരു പോസ്റ്റർ കൊടുക്കുകയാണ്. ഈ സ്കൂളിന് വേണ്ടി മത്സരിക്കാൻ നിൽക്കുന്ന ഒരു പയ്യൻ. ആ പയ്യന്റെ പോസ്റ്റർ ഒക്കെ കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ആൻഡ്രൂ ലഞ്ച് കഴിക്കാനായിട്ട് സ്കൂളിന്റെ പിന്നിൽ പോയിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അവിടെ പെൺപിള്ളേരെ നിന്ന് എന്തോ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ്. അതിലൊരു പെൺകുട്ടി ആൻഡ്രൂ ക്യാമറ ഓണാക്കി വെക്കുന്നത് കണ്ടപ്പോൾ അങ്ങോട്ട് വന്ന് ആൻഡ്രൂവിനോട് വഴക്കുണ്ടാക്കും. വഴക്ക് മീൻസ് അവന് ചെറുതായിട്ട് വഴക്ക് പറയുന്നതാണ്. നമ്മളെ വീഡിയോ എടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഓഫ് ആക്കണമെന്ന് പറഞ്ഞിട്ട്. ആൻഡ്രൂ ക്യാമറയൊക്കെ ഓഫാക്കി ആകെ വിഷമിച്ച് പോവാണ്. പക്ഷെ ഇപ്പോഴും ക്യാമറ ഓണാണ്. അതെല്ലാം റെക്കോർഡഡ് ആയിട്ട് കിടപ്പുണ്ട്. അവൻ പോകുന്ന വഴിക്ക് തന്നെ അവനെ കുറച്ച് ബുള്ളി പിള്ളേർ പിടിക്കും. ആൻഡ്രൂവിനെ റാഗ് ചെയ്യാണ്. അവന്റെ ക്യാമറയും തട്ടി പറിച്ചിട്ടുണ്ട്. ആൻഡ്രൂവിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2-3 പേരുണ്ട്. എന്തായാലും അവന്മാർ ക്യാമറ തറയിലിട്ട് ചവിട്ടി നീക്കി ആൻഡ്രൂവിന്റെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ്രൂവിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവൻ വാങ്ങിച്ച പുതിയ ക്യാമറയാണ്, അതാണ് അവന്മാർ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവന്മാരുമായിട്ട് അടിയൊന്നും ഉണ്ടാക്കുന്നില്ല. അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ആൻഡ്രൂവും കസിനും കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് കസിൻ അവനൊരു പാർട്ടിക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ആൻഡ്രൂവിന് വരാനായിട്ട് താല്പര്യമില്ല. എന്നാൽ കസിൻ കൺവിൻസ് ചെയ്യും. അതുപോലെ തന്നെ ആൻഡ്രൂവിനോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയും, വരുമ്പോൾ ക്യാമറ എടുത്തോണ്ട് വരാൻ പാടില്ല, എല്ലാവർക്കും എന്തോ പോലാണ് അവരെ വീഡിയോ എടുക്കുമ്പോഴേ, അതുകൊണ്ട് അത് എടുത്തോണ്ട് വരാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ആൻഡ്രൂവിനെ വീട്ടിന്റെ പരിസരത്ത് കൊണ്ടിറക്കും. ആൻഡ്രൂ പോകുന്ന വഴിക്കും വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, തെരുവ് ഗുണ്ടകളെന്ന് വേണമെങ്കിൽ പറയാം. അവന്മാര് ആൻഡ്രൂ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ ദേഷ്യപ്പെട്ട് അടുത്തോട്ട് വരാണ്. ആൻഡ്രൂ എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. വീട്ടിൽ വന്നിരുന്ന് ഇന്നെടുത്ത ക്ലിപ്സ് ഒക്കെ നോക്കുകയാണ്. അവ റെക്കോർഡ് ചെയ്ത ക്ലിപ്സ് ഒക്കെ നോക്കുകയാണ്. ആ നേരം ഡോറൊക്കെ തള്ളി തുറന്ന് അവന്റെ അച്ഛൻ അകത്തോട്ട് കയറി വരും. അച്ഛൻ വന്നിട്ട് അവനെ പൊതിരെ തല്ലാണ്, തറയിലിട്ട് ചവിട്ടുന്നുണ്ട്. ഇന്ന് അവൻ ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട് ഡോറ് തുറന്നില്ലല്ലോ. ആ ദേഷ്യത്തിലാണ് അച്ഛൻ അങ്ങനെ ചെയ്തത്. ആൻഡ്രൂ ആകെ വിഷമിച്ച് അവിടെ ഇരുന്ന് പോവാണ്. സ്വന്തം അച്ഛനാണ് അവൻ ഇങ്ങനെ തല്ലിയത്. ഇതിനുശേഷം കസിൻ വിളിച്ചതുപോലെ തന്നെ അവൻ പാർട്ടിക്ക് പോകുന്നുണ്ട്. അവൻ ആ പാർട്ടിക്ക് പോകുമ്പോഴും ക്യാമറയും തൂക്കി പിടിച്ചിട്ടാണ് പോണത്. കസിൻ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട് പാർട്ടി ആഘോഷിക്കാനായിട്ട്. ആൻഡ്രൂ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ തന്നെ വേറൊരു പെൺകുട്ടിയും വീഡിയോ എടുക്കുന്നുണ്ട്. ആൻഡ്രൂവിനെ കണ്ട ഉടനെ ആ പെൺകുട്ടി അടുത്തോട്ട് വരും. ആ പെൺകുട്ടിക്കും ക്യാമറയോട് ഭയങ്കര ക്രേസ് ആണ്. ആൻഡ്രൂ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവനും വ്ളോഗിന് വേണ്ടിയിട്ടാണ്, ആ പെൺകുട്ടിയും വ്ളോഗിന് വേണ്ടിയിട്ടാണ്. ആ സമയം അങ്ങോട്ട് കസിൻ കൂടെ വരും. കസിൻ ഈ പെൺകുട്ടിയോട് ചെറിയൊരു ക്രഷ് ഉണ്ട്. അപ്പൊ അവളോട് സംസാരിക്കുമ്പോൾ അവള് വലിയ മൈൻഡ് ആക്കുന്നില്ല. അവൾക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാറിപ്പോവും. പിന്നെ ആൻഡ്രൂ വീഡിയോ എടുക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അവളുടെ വീഡിയോ ആണ് എടുക്കുന്നത്. എന്നാൽ അവളുടെ കാമുകൻ അങ്ങോട്ട് വന്നിട്ട് ഇവനെ ചീത്ത പറയും, നീ എന്തിനാടാ എന്റെ കാമുകിയുടെ ഫോട്ടോയും വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആൻഡ്രൂ കള്ളം പറഞ്ഞ് ഞാൻ എടുത്തില്ല എന്ന്. അവൻ ഇഷ്ടപ്പെടാതെ ആൻഡ്രൂന്റെ മുഖത്തിട്ട് ഇടിക്കുകയാണ്. ഇടിയും കൊണ്ട് ആൻഡ്രൂ പുറത്തു വന്നിരുന്ന് കരയും. അവന് നല്ല വിഷമാവുന്നുണ്ട്. എല്ലാവരും അവനോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. അച്ഛൻ അവനോട് മോശമായിട്ട് പെരുമാറി, സ്കൂളിലുള്ള ആൾക്കാർ മോശമായിട്ട് പെരുമാറി. ഇപ്പൊ പാർട്ടിയിൽ വന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ അവനോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടൊരു പയ്യൻ വരും. നമ്മൾ രാവിലെ ഒരു പോസ്റ്റർ കണ്ടില്ലായിരുന്നോ, ഒരു പയ്യൻ സ്കൂൾ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ആ പയ്യനാണ്. അവനെ നമുക്ക് കൂട്ടുകാരനെന്ന് പറയാം. അവൻ വന്ന് ആൻഡ്രൂവിന്റെ അടുത്തിരിക്കും. ആൻഡ്രൂ പരിചയപ്പെടും. ആൻഡ്രൂ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല.
പറ്റുന്നില്ല, അവൻ വിഷമത്തിലാണ്. എന്നാൽ ഇപ്പം കൂട്ടുകാരൻ വന്നേക്കുന്നത് വേറൊരു കാര്യത്തിനാണ്. കസിനാണ് കൂട്ടുകാരൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കുന്നത്. ഇവർ രണ്ടുപേരും കാട്ടിൽ പോയപ്പം എന്തോ ഒരു പ്രത്യേകതരം ഗുഹ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെക്കോർഡ് ചെയ്യാനായിട്ടാണ് ആൻഡ്രൂനെ വന്ന് കണ്ടേക്കുന്നത്, അത് ക്യാമറയിൽ പകർത്താനായിട്ട്. അതിന് ആൻഡ്രൂ വേണമല്ലോ ക്യാമറ ഉപയോഗിക്കാനായിട്ട്. ആൻഡ്രൂനെ കൂടെ വിളിക്കും. എന്നാൽ ആൻഡ്രൂ വലിയ താല്പര്യമില്ലാതെ പിന്നാലെ ചെല്ലും. അങ്ങനെ അവർ ആ ഗുഹ ഉള്ള സ്ഥലത്ത് ചെല്ലുകയാണ്. തറയിൽ വലിയൊരു ഗുഹ, അവിടെ തന്നെ കസിന് നിപ്പുണ്ട്. ഇവർ ഈ ഗുഹ കണ്ടിട്ട് ഭയങ്കര അത്ഭുതപ്പെട്ട് നോക്കാണ്. എന്നാൽ ആൻഡ്രൂവിന് മാത്രം വലിയ അത്ഭുതമൊന്നുമില്ല. മറ്റേ രണ്ടോമാര് വെകിളി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ട്. ആ ഗുഹയിൽ നിന്ന് ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്, ചെവി വേദനിപ്പിക്കുന്നത് പോലൊരു ശബ്ദം. അത് കേട്ട ഉടനെ കൂട്ടുകാരനാണെങ്കിൽ അതിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് എടുത്തങ്ങ് ചാടും. പിന്നാലെ തന്നെ കസിനും എടുത്ത് ചാടും. ആൻഡ്രൂ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ രണ്ടുപേരും പോയി കഴിഞ്ഞു. ഇവന്മാര് പോയാൽ പിന്നെ ആൻഡ്രൂവിന് തിരിച്ചു പോകാനായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ആൻഡ്രൂയും പിന്നാലെ ചെല്ലും. ആകെ പേടിച്ച് ആ ഗുഹ വഴി നടന്നു പോവാണ്. ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു ഗുഹയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ജീവി ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടും. അത് മറ്റാരുമല്ല, അത് കൂട്ടുകാരൻ തന്നെയാണ്. കൂട്ടുകാരൻ അവനെ പേടിപ്പിച്ചതാണ്, കൂട്ടുകാരനും കസിനും കൂടെ ചേർന്നിട്ട്. പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവര് മൂന്നുപേരും കൂടെ മുമ്പോട്ട് നടന്നു പോകും. നടന്നു ചെല്ലുമ്പോൾ അവിടെ എന്തോ ക്രിസ്റ്റൽ പോലെ സബ്സ്റ്റൻസ് ഉണ്ട്, എന്തോ ഒരു സംഭവം. അത് ക്യാമറ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ ഗ്ലിച്ചൊക്കെ ആവുന്നുണ്ട്. ആൻഡ്രൂ ക്യാമറ ഓഫാക്കാൻ പോകുമ്പോൾ കസിൻ പറയും, ഇനിയിപ്പോ ക്യാമറ അടിച്ചു പോയാലും അത് ഓഫാക്കാൻ പാടില്ല, ക്യാമറ അടിച്ചു പോയാലും ഞാൻ നിനക്ക് പുതിയ ക്യാമറ വാങ്ങിച്ചു തരാമെന്ന്. ആൻഡ്രൂ അത് വീഡിയോ എടുക്കുന്ന സമയത്ത് കൂട്ടുകാരനുണ്ടല്ലോ, അവനൊരു ക്രിസ്റ്റലിന്റെ അടുത്ത് പോയി നിന്നിട്ട് അതിനെ അങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അതിലെന്തോ ആകർഷണം ഉള്ളതുപോലെ അവൻ നോക്കി നിൽക്കുന്നുണ്ട്. അതിങ്ങനെ നീല കളറിൽ നിന്ന് ചുവപ്പാവുന്നുണ്ട്. അതുപോലെ കൂട്ടുകാരന്റെ മൂക്കിൽ നിന്ന് ചോര വരികയാണ്. കസിനും ആൻഡ്രൂയും വിളിച്ചു നോക്കുന്നുണ്ട്, എന്താ പറ്റിയേ, നീ എന്താ വിളി കേൾക്കാത്തതെന്ന്. പക്ഷെ കൂട്ടുകാരൻ അതൊന്നും നോക്കാതെ അവന്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് എന്തൊക്കെയും നടക്കുന്നുണ്ട്. ക്യാമറയൊക്കെ ഷെയ്ക്ക് ആവുകയാണ്, ക്യാമറ ഓഫ് ആവുകയാണ്. എന്ത് പറ്റിയെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ എമാർ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്, ആരും ഇല്ലാത്ത ഒരു സ്ഥലം പോലത്തെ ഗ്രൗണ്ട്. അവിടെ നിന്നിട്ട് ആൻഡ്രൂ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂട്ടുകാരനാണെങ്കിൽ കസിന്റെ നേരെ ഒരു ബോൾ എടുത്തെറിയും. ആ ബോൾ വന്ന് കസിന്റെ മുഖത്ത് തന്നെ കൊള്ളുകയാണ്. അതെന്തിനാ അങ്ങനെ എറിഞ്ഞതെന്ന് അറിയാൻ പാടില്ല. പിന്നീട് കസിൻ വന്നിട്ട് കൂട്ടുകാരന്റെ മുഖത്ത് ഒരു ബോൾ എടുത്തെറിയും. അത് കറക്റ്റ് ആയിട്ട് കൂട്ടുകാരന്റെ മുഖത്ത് കൊള്ളുന്നുണ്ട്. ഇവന്മാർ എന്തിനാ ട്രൈ ചെയ്യുന്നതെന്ന് അറിയാൻ പാടില്ല. ഇതിനുശേഷം ആൻഡ്രൂന്റെ ടേൺ ആണ്. ആൻഡ്രൂന്റെ നേരെ ഒരു ബോൾ എടുത്ത് കസിൻ എറിയും. പക്ഷെ ആ ബോൾ ആൻഡ്രൂന്റെ മുഖത്ത് തട്ടുന്നില്ല. പകരം അവൻ അതിനെ ആകാശത്ത് പിടിച്ച് നിർത്തിയേക്കാണ്. ടെലികൈനസിസ് ഇല്ലേ, അതേ പവറാണ് അവന് കിട്ടിയിരിക്കുന്നത്. ഇവരെല്ലാരും കൂടെ ആ ഗുഹയിൽ പോയില്ലായിരുന്നോ, അപ്പൊ കിട്ടിയ പവേഴ്സ് ആണ്. ഇവർക്കൊന്നും പറ്റിയിട്ടില്ല. ഇവർ ആ പവേഴ്സ് കിട്ടിയിട്ട് പുറത്തിറങ്ങി വന്നു. അതാണ് നടന്നത്. ആൻഡ്രൂവിന് അടിപൊളി പവറാണല്ലോ കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അതുപോലെ ബാക്കി രണ്ടവന്മാർക്കും ഈ പവേഴ്സ് ഉണ്ട്. പിന്നീട് അവർ മൂന്നുപേരും കൂടെ അവിടെ നിന്ന് ബോൾ എറിഞ്ഞ് കളിക്കും. എങ്ങനെ, കൈ ഉപയോഗിക്കാതെ മനസ്സ് മാത്രം ഉപയോഗിച്ചിട്ട്. ടെലികൈനസിസ് ആണ് സംഭവം. മനസ്സുപയോഗിച്ച് ഒരു സാധനത്തിന് അനക്കാനും നീക്കാനും കഴിയുക, അതാണ് ടെലികൈനസിസ്. ഇത് കഴിഞ്ഞിട്ട് അവന്മാർ റൂമിൽ വന്നിരിക്കും. അവിടെ തന്നെ ഈ ഒരു കളിപ്പാട്ടുണ്ടല്ലോ, ഇങ്ങനെ പറക്കി പറക്കി ബിൽഡ് ചെയ്ത് വെക്കുന്നത്, അത് കസിനാണെങ്കിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട് ബിൽഡ് ചെയ്യാനായിട്ട്. എന്നാലും നടക്കുന്നില്ല. പക്ഷെ ആൻഡ്രൂ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്തിട്ടുണ്ട്. അവൻ ഈസി ആയിട്ട് അത് ബിൽഡ് ചെയ്യും, ഭയങ്കര പ്രോ പോലെ. ബാക്കി രണ്ടോമാർ അത്രയും പ്രോ ആയിട്ടില്ല. എന്നാൽ ആൻഡ്രൂ പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. പിന്നെ കൂട്ടുകാരൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ ഗേൾ ഫ്രണ്ട് വിളിച്ച് ചീത്ത പറയാണ്. കുറെ ദിവസമായിട്ട് കൂട്ടുകാരൻ അവളെ കാണാൻ ചെന്നിട്ടില്ല, പകരം എമാരുമായിട്ട് കറക്കത്തിലാണ്. അതുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്. ഇതിനുശേഷം എമാർ മൂന്നുപേരും കൂടെ എമാർക്ക് പവേഴ്സ് കിട്ടിയ ആ ഗുഹയില്ലേ, ആ ഗുഹയുടെ അവിടെ ചെന്ന് നോക്കും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഗുഹയെല്ലാം മൂടിപ്പോയിരിക്കുകയാണ്. മണ്ണ് വീണത് പോലെ, അതിനകത്ത് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇപ്പൊ എമാർക്ക് പവേഴ്സ് എവിടെന്നാ കിട്ടിയെന്ന് പോലും അറിയത്തില്ല. എമാർ ഈ ഗുഹ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ദൂരെ നിന്നൊരു പോലീസുകാരൻ വിളിച്ച് പറയും, അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല, സാധാരണ ജനങ്ങളൊന്നും അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എമാർ അവിടെ നോട്ടിച്ചു വിടും. എമാർ പോലീസ് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. രാത്രിയാവുന്ന സമയത്ത് ആൻഡ്രൂവും അതുപോലെ കൂട്ടുകാരനും കൂടെ എങ്ങോട്ടോ പോകുന്നുണ്ട്. കസിൻ ഇല്ല. പോകുന്ന സമയത്ത് കൂട്ടുകാരൻ ആൻഡ്രൂന്റെ അച്ഛനെ പറ്റിയൊക്കെ തിരക്കും, അവന്റെ ഫാമിലിനെ പറ്റിയിട്ട്. ആൻഡ്രൂ പറഞ്ഞു കൊടുക്കും, അവന്റെ അച്ഛൻ മോശപ്പെട്ട ഒരാളാണ്, കുടിച്ചിട്ട് വന്നിട്ട് അവനെ ഉപദ്രവിക്കാറുണ്ട്, അതുപോലെ അമ്മയ്ക്ക് രോഗമാണ്. പിന്നെ ഈ അച്ഛനാണെങ്കിൽ ഫയർ ഫൈറ്റർ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ട് ഇൻഷുറൻസ് തുക കൈപ്പറ്റി. അങ്ങനെ ആ ഇൻഷുറൻസ് തുകയിലാണ് ജീവിക്കുന്നത്. ആൻഡ്രൂ അവന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ അവന്റെ വിഷമങ്ങൾ പറയാണ്. അവന്റെ ഫാമിലി ചെതറിപ്പോയിട്ടുണ്ട്. മീൻസ് എന്താ പറയാ, അവന്റെ അമ്മയാണെങ്കിൽ അവന്റെ അച്ഛനെ ചീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫാമിലി രണ്ട് വീട്ടിലാണ്. അവന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കാണ്. അവന് വലിയ മനസ്സുഖമൊന്നുമില്ല, സങ്കടത്തിലാണ് അവൻ. എന്തായാലും ആൻഡ്രൂ പറയും, ഇതിനെപ്പറ്റിയൊന്നും നമുക്ക് സംസാരിക്കേണ്ടെന്ന്. കൂട്ടുകാരൻ ഇത് പറയുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരനെ വിഷമിപ്പിക്കാതിരിക്കാനായിട്ടാണ് ആൻഡ്രൂ അങ്ങനെ പറഞ്ഞത്. അന്ന് രാത്രി ആൻഡ്രൂ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാൻ നേരത്ത് അവൻ ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് പിടിക്കുന്നുണ്ട്. എന്ന് പറയുകയാണെങ്കിൽ അവന് ക്യാമറ കൈവച്ച് പിടിക്കണ്ട, ആകാശത്ത് അങ്ങനെ നിർത്താൻ പറ്റുന്നുണ്ട്. അവൻ പതിയെ പതിയെ സ്ട്രോങ് ആയി വരികയാണ്. അവന്റെ പവേഴ്സ് ഒക്കെ അവന് കറക്റ്റ് ആയിട്ട് നല്ല പവർഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നല്ല വെയിറ്റ് ഉള്ള വസ്തുക്കളൊക്കെ എടുത്ത് പൊക്കാൻ പറ്റുന്നില്ലേ, ക്യാമറയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട്. പിറ്റേ ദിവസം ആൻഡ്രൂ അവന്റെ അമ്മേനെയും കൊണ്ട് പുറത്ത് കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട് അസുഖം കാരണം. ഇപ്പൊ ആൻഡ്രൂ നല്ല ഹാപ്പിയിലാണ്. പുറത്ത് വന്നപ്പോ അമ്മ അവനോട് വാക്ക് വാങ്ങും, എന്ന് നീ ഇത്രയും നല്ല ഹാപ്പിയിലായിരിക്കണോന്ന്. അതിനുശേഷം അവൻ കസിനെ വന്ന് കാണും. കസിൻ അവിടെ കല്ല്
കല്ലെറിഞ്ഞ് കളിക്കുകയാണ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട്. കസിനോട് ആൻഡ്രു ചോദിക്കും നിനക്ക് എന്നെ ഇഷ്ടമാണോന്ന്. കസിൻ അവനെ ഇഷ്ടമാണ്, പക്ഷെ അതെങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പെട്ടെന്നൊക്കെ വന്ന് ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയാനാണ്. പിറ്റേ ദിവസം എമാർ മൂന്നുപേരും കൂടെ സ്കൂളിൽ പോകുമ്പോൾ ടെലികൈനസിസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഗൂഗിൾ നോക്കി അതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞാനൊരു ഡെമോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആൻഡ്രു അവന്റെ പവേഴ്സ് യൂസ് ചെയ്യും. അവിടെ 3 പെൺകുട്ടികൾ നിപ്പുണ്ടായിരുന്നു. അവരുടെ തൊട്ട് സൈഡിൽ ഒരു ബ്ലോയർ ഇരിപ്പുണ്ട്. ഈ കരിയിലേക്ക് അടിക്കുന്ന മെഷീൻ ഇല്ലേ, അത് തന്നെ. അത് ആൻഡ്രു അവന്റെ പവർ യൂസ് ചെയ്ത് ഉപയോഗിക്കും. അവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ പൊങ്ങാണ്. അത് കണ്ടിട്ട് അവന്മാർ മൂന്നുപേരും കൂടെ ചിരിക്കും. ഇതിനുശേഷം സ്കൂളിന്റെ ബാക്കിൽ പോയിരുന്ന് ലഞ്ച് കഴിയാണ്. പിന്നെ കൂട്ടുകാരനാണെങ്കിൽ പ്രിങ്കിൾസ് ഒക്കെ ഇങ്ങനെ പറക്കി തിന്നുന്നുണ്ട്. അവൻ കയ്യൊന്നും ഉപയോഗിക്കാതെ ആകാശത്ത് നിർത്തിയാണ് തിന്നുന്നത്. ഇവരുടെ പവേഴ്സ് ഒരുപാട് കൂടി വരികയാണ്, പഴയതുപോലല്ല. പിന്നെ ഇവർ പവേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നോസ് ബ്ലീഡ് ആവും, അതായത് മൂക്കിന്ന് ചോര വരും. കൂടുതൽ പവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ആകുമ്പോൾ മൂക്കിന്ന് ചോര വരാതാവും, കാരണം അവർ യൂസ് ചെയ്യല്ലേ. ഇനി അവരുടെ പവേഴ്സ് അവർക്ക് അളക്കണം. അതുകൊണ്ട് തന്നെ അവരൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലും. അവിടുത്തെ ജനങ്ങളെയൊക്കെ ശല്യം ചെയ്യാണ്. അവിടെ ഒരു ലേഡി വന്ന് സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരുടെ ട്രോളി അവന്മാർ പവേഴ്സ് യൂസ് ചെയ്ത് അനക്കും. അങ്ങനെ അതിന്റെ പിന്നാലെ ആ ലേഡി ഓടുന്നത് കണ്ടവന്മാർ ആസ്വദിച്ച് നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി പാവ എടുക്കുമ്പോൾ പിറകിൽ നിന്നൊരു പാവേനെ പവേഴ്സ് യൂസ് ചെയ്ത് പ്രേതം പോലെ കൊണ്ടുവരിക, ആ കൊച്ചു പെൺകുട്ടീനെ പേടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാണ്. വേറൊരു പയ്യ അവിടെ നിൽക്കുമ്പോൾ അവനെ തള്ളിയിടുക അവന്മാരുടെ പവേഴ്സ് യൂസ് ചെയ്ത്. ഇതൊക്കെ ചെയ്തിട്ട് അവന്മാർ അവിടെ നിന്ന് ഓടിപ്പോവും. അവന്മാർക്ക് ഇതൊക്കെ ഒരു വിനോദമാണ് ബാക്കിയുള്ള ആൾക്കാരെ ഉപദ്രവിക്കുമ്പോഴേ. ഇതിനുശേഷം അവന്മാർ ഒരു റെസ്റ്റോറന്റിൽ വരും. അവിടെ വന്നിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു സോസ് ഇരിപ്പുണ്ട്. ആ സോസിനകത്ത് ആൻഡ്രോന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു പടം വരയ്ക്കും, ഒരു പെൺകുട്ടിയുടെ പടം. അതുപോലെ അവന്മാർ പബ്ലിക്കിൽ പവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പൂണൊന്നും കൈ പിടിക്കാത്ത പവേഴ്സ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ആൾക്കാർ കണ്ടാൽ അത് വലിയ വിഷയത്തില്ലേ. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവന്മാർ യൂസ് ചെയ്യുന്നത്. ഇപ്പം വരച്ച ആ ഫോട്ടോ അവിടുത്തെ ലേഡീനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡീനെ വിളിച്ച് കാണിച്ചു കൊടുക്കും. ആ ലേഡി ഇത് കണ്ട് അവിടെ നിന്ന് പേടിച്ച് പോവാണ്. ഇങ്ങനെയൊന്നും വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അതൊക്കെ അത്ഭുതമല്ലേ. പിന്നീട് ആ ലേഡി ജോലി ചെയ്യാനായിട്ട് വരും. പാത്രം എടുത്ത് അവരുടെ ട്രോളിയിൽ വെക്കാൻ നേരത്ത് അവന്മാർ ട്രോളി പവേഴ്സ് യൂസ് ചെയ്ത് അനക്കും. അങ്ങനെ ആ ട്രോളിയിൽ ഇരിക്കുന്ന പ്ലേറ്റ് ഒക്കെ താഴെ വീണ് പൊട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ അവന്മാർക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യൻ ജീവിക്കാനായിട്ട് പെടാപ്പാട് പെടുമ്പോൾ അവന്മാർ അതൊരു കളിയായിട്ട് എടുത്തേക്കാണ്. പിന്നീട് അവന്മാർ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തു പോകും. അവിടെ തന്നെ ഒരു ലേഡി കാർ കൊണ്ടുവന്ന് പുറത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്. ആ ലേഡി പോയതിനു ശേഷം കൂട്ടുകാരനുണ്ടല്ലോ അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ആ കാറിനെ ഞെരക്കി അപ്പുറത്തെ ട്രാക്കിൽ കൊണ്ട് വെക്കും. അതിനെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. ആ ലേഡി പാർക്ക് ചെയ്തെടുത്തുനിന്ന് മാറ്റി പാർക്ക് ചെയ്യും അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത്. ഇവൻ കൂടുതൽ പവർ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ കൂട്ടുകാരന്റെ മൂക്കിൽ നിന്ന് ചോര വരാണ്. പവേഴ്സ് കൂടുതൽ യൂസ് ചെയ്താൽ മൂക്കിൽ നിന്ന് ചോര വരും. കുറച്ച് കഴിയുമ്പോൾ ആ ലേഡി വന്ന് നോക്കുമ്പോൾ കാറ് കാണാനില്ല. ഇവന്മാർ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ലേഡി കാറ് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ലേഡി കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. ഇവന്മാർ ഇങ്ങനത്തെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുക. പവേഴ്സ് കിട്ടിയതിന് ശേഷം സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുക, അതാണ് അവന്മാർ ചെയ്യുന്നത്. എന്തായാലും അവന്മാർ അന്നത്തെ ദിവസമൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. മൂന്നുപേരും കാറിലാണ് പോകുന്നത്. ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് പിന്നീന്നൊരു കാറ് ഹോൺ കടിക്കുന്നുണ്ട്. എന്നെ കയറ്റി വിടൂ എന്നുള്ള ഒരു ഉദ്ദേശത്തില്. എന്നാൽ അവന്മാര് ഇതൊരു കളിയായിട്ട് എടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഈ ഹോങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആൻഡ്രൂന് ദേഷ്യം വരും. ആൻഡ്രൂ ഞാനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ കാറ് തള്ളി അങ്ങ് താഴെ കളയും. താഴെ ഒരു തോടോ മറ്റോ ആണ്, അതിനകത്ത് പോയി വീഴും. ആൻഡ്രൂ ഇങ്ങനെ ചെയ്യുമെന്ന് ബാക്കി രണ്ടവന്മാർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവന്മാര് മൂന്നുപേരും കൂടെ ഓടി അവിടെ ചെല്ലുകയാണ്. ആ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് കൂട്ടുകാരൻ അതിനകത്തെടുത്ത് ചാടി അങ്ങേരെ രക്ഷിച്ച് കൊണ്ടുവരും. ആൻഡ്രൂ ഇങ്ങനെ ചെയ്യുന്ന അവന്മാര് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു മനുഷ്യന്റെ ജീവൻ വെച്ചാണ് കളിച്ചിട്ടുള്ളത്. സാധാരണ ജനങ്ങളെയാണ് ഇവന്മാര് ദ്രോഹിക്കുന്നത്. കസിൻ പോലീസിനെ വിളിക്കുമ്പോൾ ആൻഡ്രൂ പേടിച്ചിട്ട് സമ്മതിക്കത്തില്ല. എന്നാൽ കസിൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോലീസിനെ വിളിച്ച് വിവരം പറയും. ആ മനുഷ്യനെ രക്ഷിക്കുകയാണ്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ജീവനോടെ രക്ഷിച്ചെടുത്തു. അന്ന് രാത്രി അവന്മാര് മൂന്നുപേരും കൂടെ ഒരുമിച്ച് കൂടും. ആൻഡ്രൂനെ ഒരുപാട് ചീത്ത പറയും കസിൻ, കാരണം അവൻ പവേഴ്സ് സാധാരണ ജനങ്ങളുടെ ദേഹത്ത് ഉപയോഗിച്ചിട്ട് അവരെ പ്രശ്നത്തിലാക്കിയൊക്കെയാണ്. ഇന്ന് തന്നെ ഒരാളുടെ വണ്ടി മറിച്ച് കളഞ്ഞില്ലേ, അത് വലിയൊരു പ്രശ്നമല്ലേ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ ഒരു റൂൾസ് വേണം പവേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ 3 റൂൾസ് പറയും. ആദ്യത്തെ റൂൾസ് വേറൊന്നുമല്ല, ഇത് പബ്ലിക്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ സാധാരണ ജനങ്ങളുടെ ദേഹത്ത് ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് റൂള്. ബാക്കിയുള്ള ആൾക്കാർ സമ്മതിക്കും. കസിനാണ് ഈ റൂളെല്ലാം പറയുന്നത്. ഇവന്മാർ ഓരോ ദിവസം കഴിയുമ്പോഴും ഒരുപാട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു റൂൾസ് വെച്ചില്ലെങ്കിൽ ഒരു നിയമവും ഇല്ലാതെ തോന്നിയ കണക്കിനൊക്കെ ജീവിക്കും. അത് വലിയ പ്രശ്നമാകത്തില്ലേ. സാധാരണ ജനങ്ങൾക്കൊക്കെ അത് വലിയ പ്രശ്നവും ഇവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ. പിറ്റേന്ന് ആൻഡ്രൂവും കസിനും കൂടെ പോവുകയാണ് എങ്ങോട്ടോ. കസിന് ആൻഡ്രൂവിനോട് ചെറിയൊരു ദേഷ്യമുണ്ട് ഇന്നലെ നടന്ന കാര്യം കാരണം. എന്നാൽ ആൻഡ്രൂ അതൊക്കെ സംസാരിച്ച് മാറ്റിയെടുക്കുകയാണ്. ഇവന്മാർ രണ്ടുപേരും കൂടെ കൂട്ടുകാരനെ കാണാനായിട്ടാണ് പോകുന്നത്. എന്നാൽ കൂട്ടുകാരന്റെ കാറ് മാത്രമേ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നുള്ളൂ. കൂട്ടുകാരനെ കാണാനില്ല. യവൻ ഇതെവിടെ പോയെന്ന് നോക്കുമ്പോഴായിരിക്കും മണ്ടേന്നൊരു വിളി കേൾക്കുന്നത്. മറ്റൊന്നുമല്ല, കൂട്ടുകാരൻ മണ്ടയിൽ പറന്ന് നിൽക്കുകയാണ്. ഇവർക്ക് പറക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ കസിനും ആൻഡ്രൂനും പറക്കാനായിട്ട് അറിയത്തില്ല. കസിൻ പറക്കാനായിട്ട് ശ്രമിക്കും, എന്നാലും നടക്കത്തില്ല. താഴെ വന്ന് മറിഞ്ഞു വീഴാണ്. അവൻ വീണ്ടും ശ്രമിക്കുമ്പോഴും നടക്കത്തില്ല. ആൻഡ്രൂവിനോട് ട്രൈ ചെയ്യാൻ പറയും. അവൻ ട്രൈ ചെയ്യുമ്പോൾ അവൻ ആദ്യത്തെ ട്രയലിൽ തന്നെ പറക്കാൻ പഠിക്കുകയാണ്. അവനെ കൊണ്ട് കഴിയുന്നുണ്ട്. പക്ഷെ വീണ്ടും കസിൻ ട്രൈ ചെയ്യുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല.
പറ്റുന്നില്ല. കട്ട് ചെയ്താൽ ആകാശത്താണ് കാണിക്കുന്നത്. ഇവന്മാര് 3 പേരും പറക്കാൻ പഠിച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിന് ശേഷമാണ് അങ്ങനെ ആകാശത്ത് പറന്ന് നടന്ന് ആസ്വദിക്കുകയാണ്. ആകാശത്ത് ബോൾ എറിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അവര് നിന്ന് കളിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആൻഡ്രൂ മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കിയുള്ള 2 പേർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ ഒരു പ്ലെയിൻ പാസ് ചെയ്തു പോകും. ഈ പ്ലെയിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഫോഴ്സ് കാരണം കൂട്ടുകാരനാണെങ്കിൽ തറയിലോട്ട് തെറിച്ചു പോവാണ്. ആൻഡ്രൂ വിടില്ല. ആൻഡ്രൂ പിന്നാലെ ചെന്ന് അവൻ താഴെ വീഴാതെ പിടിക്കുന്നുണ്ട്. കൂടെ തന്നെ ക്യാമറ തറയിൽ പോയിട്ടുണ്ടായിരുന്നു, അതിനെയും പിടിക്കും. ക്യാമറ ഒന്നും തറയിൽ വീഴുന്നില്ല. ഇവർ 2 പേരും കൂടെ എങ്ങനെയൊക്കെ താഴെ ചെന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ്രൂ ആണ് കൂട്ടുകാരനെ പിടിച്ചത്. കൂട്ടുകാരന് പറക്കാൻ പറ്റിയില്ല, പ്ലെയിൻ പോയത് കൊണ്ട് തന്നെ. ഇപ്പൊ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിച്ചേക്കുന്നത് ആൻഡ്രൂ ആണ്. കൂട്ടുകാരൻ ഒരുപാട് സന്തോഷമായിട്ട് അവനെ ഉമ്മ വെക്കാനും അവനെ കെട്ടിപ്പിടിക്കാനൊക്കെ തുടങ്ങും. കാരണം ജസ്റ്റ് മിസ്സിനാണ് മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളത്. അതിന്റെ പിന്നാലെ തന്നെ കസിനൂടെ വന്ന് വീഴുന്നുണ്ട്. കറക്റ്റായിട്ടൊന്നുമല്ല ലാൻഡ് ചെയ്യുന്നത്, എന്നാലും ലാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡഡ് ആയിട്ടുണ്ട്, അത് അവർക്ക് കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിലാണ്. അന്ന് രാത്രി അമ്മമാര് എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. അമ്മമാര് 3 പേരും കൂടെ. ഇന്നത്തെ ദിവസം അമ്മമാർക്ക് അടിപൊളിയായിരുന്നു. പിന്നെ അമ്മമാര് പ്രണയ ജീവിതത്തിനെ പറ്റി സംസാരിക്കുക അന്ന് രാത്രി ഇരുന്നിട്ട്. ബാക്കി 2 പേർക്കും ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം കൂട്ടുകാരന് ഗേൾ ഫ്രണ്ട് ഉണ്ട്, എന്നാൽ കസിന് ഗേൾ ഫ്രണ്ട് ഇല്ല, അവനുണ്ടായിരുന്നു. ആൻഡ്രൂന് മാത്രം ഇതൊരു ഗേൾ ഫ്രണ്ട് ഒന്നും ആയിട്ടില്ല. ആൻഡ്രൂ അത് പറയുമ്പോൾ എമാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുവരെ ആൻഡ്രൂന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. എന്തായാലും അന്ന് രാത്രി അമ്മമാർ ഒരുമിച്ചാണ് കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് സ്കൂളിലെ ലൈബ്രറിയിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ വായിക്കും. ആ സമയം ആൻഡ്രൂ പറയുന്നുണ്ട് അവന് ടിബറ്റിൽ പോകണമെന്ന്. അവിടെ കുറെ സന്യാസിമാരൊക്കെ ഉണ്ട്, അവരുടെ കൂടെ ചേർന്ന് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിക്കണമെന്ന്, സമാധാനമായിട്ട് ഇരിക്കാനായിട്ട്. എന്നാൽ കൂട്ടുകാരനും കസിനും കളിയാക്കും. ഇവ എന്തിനാണ് സന്യസിക്കാൻ പോകുന്നത്, അതൊക്കെ പറഞ്ഞ് കളിയാക്കാണ്. അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവന്മാര് തിരിച്ചു പോകും. എന്നാൽ കസിന് എന്തോ ഒരു അർജന്റ് ഉള്ളതുപോലെ അവൻ ഇന്ന് എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, ഞാൻ അമ്മയുടെ ബർത്ത്ഡേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറന്നു പോകും, ആൻഡ്രൂവിനെയും കൂട്ടുകാരനെയും കൂട്ടാതെ. ഇനി ആൻഡ്രൂവിനും കൂട്ടുകാരനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. യമാരെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? യമാർ അവിടെ നിന്ന് സിറ്റിയിലോട്ട് പോവാന്ന് തീരുമാനിക്കും. എങ്ങനെ? പറന്നു പോകാനായിട്ട് തീരുമാനിക്കും. ഈ നേരം കസിൻ വന്നേക്കുന്നത് വേറെ എങ്ങുമല്ല, നമ്മൾ പാർട്ടിയിൽ വെച്ചൊരു പെൺകുട്ടിനെ കണ്ടില്ലേ, ആ പെൺകുട്ടി തന്നെ. നമുക്ക് ആ പെൺകുട്ടിനെ ക്യാസി എന്ന് പറയാം. ക്യാസിയുടെ വീട്ടിലാണ് വന്നേക്കുന്നത്. ക്യാസിനോട് അവന് ചെറിയ ക്രഷ് ഉണ്ട്. അപ്പൊ അവളോട് മിണ്ടാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവൾ വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല. അവളുടെ ബ്ലോഗിൽ അവൾ ഒരു ഡൊണേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡൊണേഷൻ കൊടുക്കാനായിട്ടാണ് വന്നത്. എന്നാൽ അവൾ വാങ്ങുന്നില്ല. നിനക്ക് തന്നെ അത് ഡയറക്റ്റ് ജിമെയിൽ അയക്കാന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന് പോകാനായിട്ട് താല്പര്യമില്ല. എന്നാലും അവൾ ഡോർ അടയ്ക്കും. അവൾക്ക് അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്, എന്നാലും വലിയ മൈൻഡ് കാണിക്കാതെ ഡോർ അങ്ങ് അടച്ചു. ഈ നേരം നമ്മുടെ പയ്യന്മാരെ കാണിക്കുകയാണെങ്കിൽ, ആൻഡ്രൂവിനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണെങ്കിൽ, അവന്മാര് സിറ്റിയുടെ ഏറ്റവും ടോപ്പിൽ വന്നിരിപ്പുണ്ട്. അവിടുത്തെ പൊക്കം കൂടിയ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടേ വന്നിരിപ്പുണ്ട്. അവന്മാരുടെ ഓരോ വിഷമങ്ങളൊക്കെ പറയാണ്. നമ്മൾ നേരത്തെ കേട്ടില്ലേ ആൻഡ്രൂവിന്റെ ജീവിതം, അതുപോലെ തന്നെ കൂട്ടുകാരന്റെ ജീവിതം. കുറച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൻ ആൻഡ്രൂവിനെ ഒരു ടാലന്റ് ഷോയിലോട്ട് വിളിക്കും. ഇവർക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റേജ് പോലെ അവിടെ ആൾക്കാർക്ക് ഇരുന്ന് കാണും. ആൻഡ്രൂവിന് കഴിവൊന്നും ഇല്ലാന്ന് അവൻ പറയുമ്പോൾ ഇത് തന്നെ ഒരു കഴിവാണ്, ഈ സൂപ്പർ പവർ തന്നെ ഒരു കഴിവാണ്, അത് വെച്ചൊരു പരിപാടി സംഘടിപ്പിക്കാന്ന് പറയുന്നുണ്ട് കൂട്ടുകാരൻ. പിറ്റേ ദിവസം തന്നെ ആൻഡ്രൂ സ്യൂട്ടൊക്കെ ഇട്ട് ഒരുങ്ങാണ്. ഈ സ്യൂട്ട് മറ്റാരുടെ അല്ല, കൂട്ടുകാരൻ്റെ തന്നെയാണ്. കൂട്ടുകാരൻ ആൻഡ്രൂവിന് കൊടുത്തതാണ് ഈ ടാലന്റ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ആ സ്യൂട്ടൊക്കെ ഇട്ട് അമ്മേനെ വന്ന് കാണും. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ആൻഡ്രൂ സന്തോഷപ്പെടാനായിട്ട് തുടങ്ങിയത്. അത് അവന്റെ കൂട്ടുകാരോടെ പോകാൻ തുടങ്ങിയതിനു ശേഷം. അമ്മേനെ കണ്ടു കഴിഞ്ഞിട്ട് അവൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. അച്ഛൻ അവനെ വിളിക്കും. അച്ഛൻ അവനോട് വളരെയധികം മോശമായിട്ടാണ് പെരുമാറുന്നത്. ഇവ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ കസിന്റെ കൂടെ അല്ല പോകുന്നത്. ഇവൻ എങ്ങനെയാ പോണേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നില്ല. അവന് പറയാൻ പറ്റുമോ അവൻ പറന്നിട്ടാണ് പോകുന്നതെന്ന്. എന്നാൽ ഈ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത് ഇവൻ ഏതോ കാമുകിയോ മറ്റോ ഉണ്ട്, കാമുകിയുടെ കൂടെയാണ് ഇവൻ സ്കൂളിൽ പോകുന്നതെന്നാണ്. അങ്ങനെയാണ് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പം ആൻഡ്രൂ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ അച്ഛനായിട്ട് പ്രശ്നമായേനെ. കട്ട് ചെയ്താൽ കസിനെയാണ് കാണിക്കുന്നത്. കസിൻ ഒരു സ്റ്റേജിനെ നോക്കി വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു റെക്കോർഡർ വെച്ചിട്ട്, ഒരു ക്യാമറ വെച്ചിട്ട്. ആ സമയം അങ്ങോട്ട് ക്യാസി കൂടെ വരും. ക്യാസി അവന് വീഡിയോ എടുക്കുന്നുണ്ട്. ക്യാസി അവന് ചെറിയ ചെറിയ കമ്പനികളാവുന്നുണ്ട്. മറ്റൊന്നുമല്ല, അവൾക്കും അവന് ചെറുതായിട്ട് ഇഷ്ടമാണ്, അവന് അവളെ വലുതായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ചെറിയ കമ്പനി ആവുകയാണ്. ഈ നേരം സ്റ്റേജിൽ പരിപാടി തുടങ്ങുന്നുണ്ട്. ഓരോ ആൾക്കാർ ഓരോ ടാലന്റ് ആയിട്ട് കാണിക്കും. ഓരോരുത്തർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള കഴിവില്ലേ, അതൊക്കെ അവിടെ പ്രകടിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ആൻഡ്രൂന്റെ ടേൺ ആണ്. ആൻഡ്രൂ ഒരു ഇൻട്രോവേർട്ടിനെ പോലെ സ്റ്റേജിലോട്ട് വരും, എന്തോ പതറി. പിന്നീട് അവന്റെ കഴിവുകളൊക്കെ പുറത്തിറക്കാണ്. കൂടെ തന്നെ കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഇവൻ കുറെ കാർഡ് അറിയാതെ തറയിലിടും. അത് പറത്തി കയ്യിൽ കൊണ്ടുവരുവാണ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത്. പിന്നീട് ബോളൊക്കെ എടുത്ത് ആകാശത്ത് പറത്തി നിർത്തുന്നുണ്ട്. കയറിന്റെ മണ്ടേ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ള ജനങ്ങൾ ഇംപ്രസ് ആവുകയാണ്. അവന്റെ കൂടെ പഠിക്കുന്ന പിള്ളേര് തന്നെയാണ്. ഇത്രയും നാള് അവന് വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ അവനോട് വലിയ വില തോന്നുകയാണ് എല്ലാവർക്കും. ആൻഡ്രൂ ഇപ്പൊ ഫേമസ് ആയി മാറിയിട്ടുണ്ട്. ക്യാസിക്ക് ഇതൊന്നും കണ്ടിട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആൻഡ്രൂ ചെയ്യുന്നത്. എന്തായാലും ഈ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ആൻഡ്രൂവിനെ വിളിച്ച് കസിൻ ഒരു പാർട്ടിയിൽ ചെല്ലും. ആ പാർട്ടിയിൽ ഇപ്പൊ ആൻഡ്രൂവിന് ഭയങ്കര വിലയാണ്. എല്ലാ പെൺപിള്ളേരും ആൻഡ്രൂവിന്റെ കൂടെ കൂട്ടുകൂടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങോട്ടൊരു പെൺകുട്ടി കൂടെ വരും, ഒരു ചുമന്ന തലമുടിയുള്ള പെൺകുട്ടി.
പെൺകുട്ടി. ആ പെൺകുട്ടിയും ആൻഡ്രോയിഡ് പണ്ട് പഴയ എന്തോ പരിചയം ഉണ്ടായിരുന്നു. ഇപ്പൊ പരിചയം പുതുക്കിയിട്ട് ആൻഡ്രോയിനെ ഫ്ലർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. ആൻഡ്രോയിന്റെ കൂടെ അങ്ങ് കൂടുകയാണ്. അങ്ങനെ ഈ പെൺകുട്ടി ആൻഡ്രോയും കൂടി ഇരിക്കുമ്പോൾ ബാക്കിൽ എന്തോ ഗെയിം ഷോ നടക്കുന്നുണ്ട്. ബോൾ എറിഞ്ഞ് ഗ്ലാസ്സിൽ ഇടുന്ന ഷോ. നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആൻഡ്രോനെ വിളിച്ച് കളിക്കാനായിട്ട് പോകും. ആൻഡ്രോ കറക്റ്റ് ആയിട്ടാണ് ആ ബോളൊക്കെ ഇടുന്നത് കേട്ടോ. അതായത് 3 ബോൾ എടുത്തെറിയും. 3 ബോളും ഒരേപോലെ തന്നെ കപ്പിൽ പോയി വീഴുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ. ഇത് കാണുന്ന ആ പെൺകുട്ടി ഇംപ്രസ് ആവും. ഇംപ്രസ് ആയിട്ട് ആൻഡ്രോന് കിസ് കൊടുക്കുകയാണ്. പിന്നീട് എന്താ, ആൻഡ്രോ ആ പെൺകുട്ടിയും കൂടെ റൂമിലോട്ട് പോയി. ഈ സമയം കസിൻ ആണെങ്കിൽ ആൻഡ്രോന് വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻ പറഞ്ഞിട്ട്. അവന്റെ ആദ്യത്തെ ഗേൾ ഫ്രണ്ട് അല്ലേ. അപ്പൊ അതിനെ പറ്റിയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങോട്ട് കാസി കൂടെ വരുന്നുണ്ട്. കാസിയോട് അവൻ നല്ല രീതിയിൽ അവളോട് അടുക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്കുമ്പോൾ അവള് പഴയതുപോലെ അല്ല, ഇപ്പൊ ചെറുതായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ട്. അവനോട് ചോദിക്കും നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് മാറി നിന്ന് സംസാരിച്ചാലോ എന്ന്. അവനും അത് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഈ പാർട്ടിയിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാന്ന്. അതുകൊണ്ട് തന്നെ അവനും അവളുടെ പിന്നാലെ ചെല്ലുന്നുണ്ട്. ഈ തിരക്കിന്റെ ഇടയിൽ നിന്ന് മാറി നിന്ന് സംസാരിക്കാനായിട്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രൈവസി കിട്ടുന്നില്ല. അതുമല്ല നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ സംസാരമൊന്നും കേൾക്കുന്നില്ല. കട്ട് ചെയ്താൽ കൂട്ടുകാരനെ കാണിക്കുകയാണെങ്കിൽ അവൻ ക്യാമറ റെക്കോർഡ് ചെയ്ത് ആൻഡ്രോന്റെ റൂമിലോട്ട് കയറി ചെല്ലാനായിട്ട് നിൽക്കുകയാണ്, എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ആ സമയം അങ്ങോട്ട് ആ ചുമന്ന മുടിയുള്ള പെൺകുട്ടി ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങി പോകുന്നത് കാണാം. ആൻഡ്രോനെ ചീത്തയും വിളിച്ചിട്ട് ഇറങ്ങി പോകുന്നത്. അവളുടെ ദേഹത്ത് തന്നെ കുറെ അധികം ഛർദിലുണ്ട്. അകത്തോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ ആൻഡ്രൂ കുടിച്ചിട്ട് അവളുടെ ദേഹത്ത് ഛർദിച്ചാണ്. ഈ പാർട്ടിയുടെ ഇടയിൽ അവൻ ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പാൻറ്റൊന്നും ഇടാതിരിക്കുമ്പോഴായിരിക്കും കൂട്ടുകാരൻ ക്യാമറയായിട്ട് അങ്ങോട്ട് ചെന്നത്. കൂട്ടുകാരനോട് ഒരുപാട് ദേഷ്യപ്പെടും, ഇറങ്ങിപ്പോടാ എന്നെ ശല്യം ചെയ്യാതെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ അടിച്ച് പുറത്താക്കുകയാണ്. കൂട്ടുകാരൻ ഒരുപാട് വിഷമമായി. പക്ഷെ ആൻഡ്രൂ ഇതുവരെ ദേഷ്യപ്പെടാത്ത രീതിയിൽ അവനോട് ദേഷ്യപ്പെട്ടു. കൂട്ടുകാരൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിറ്റേ ദിവസം ആൻഡ്രൂ അവന്റെ റൂമിലിരിക്കുകയാണ്. അവന്റെ റൂമിലിരിക്കുമ്പോൾ ഒരു ചെലന്തി നടന്നു പോകുന്നുണ്ട്. ആ ചെലന്തിനെ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ ചെലന്തിനെ പിടിച്ച് ആകാശത്ത് നിർത്തും. അതിനെ പിടിച്ച് വലിച്ചു കീറിക്കളയാണ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത്. അതായത് ഒരു 10-20 ഭാഗങ്ങളാക്കി അങ്ങ് മാറ്റുന്നുണ്ട്, ചെതറിച്ച് കളയാണ്. അവന്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു സാധാ ജീവിനെ ഉപദ്രവിക്കുന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഇതേ നേരം അവന്റെ അച്ഛനാണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്ന റൂമിൽ ചെന്ന് പരതുന്നുണ്ട്. പിന്നീട് അച്ഛൻ അവനെ വിളിച്ച് അടുത്തിരുത്തി സംസാരിക്കുകയാണ്. ആൻഡ്രോനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. ആൻഡ്രൂ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കറക്കമല്ലേ. അതുമല്ല ആൻഡ്രൂന്റെ ക്യാമറ അയാൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ആ പവേഴ്സിനെ പറ്റിയൊന്നും കണ്ടോന്ന് അറിയാൻ പാടില്ല, പക്ഷെ കൂട്ടുകാരുടെ കാര്യമൊക്കെ കണ്ടു, കൂട്ടുകാരുടെ കൂടെ അർമാദിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ എന്നും കൂട്ടുകാർ കാണത്തില്ല. നിന്നെ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയെന്ന് അറിയാമോ? അപ്പൊ നിന്റെ ഇരിക്കുന്നത് $500 ക്യാമറയാണ്. അതായത് 19,000 രൂപ, 45,000 രൂപ വിലയുണ്ട് ആ ക്യാമറയ്ക്ക്. അവന്റെ അമ്മയ്ക്ക് സുഖമില്ലല്ലോ. അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത്, മരുന്ന് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു ക്യാമറ കയ്യിൽ വെക്കുന്നത് ശരിയാണോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അവന്റെ ക്യാമറ വിറ്റ് അമ്മയുടെ ചെലവ് നടത്താനായിട്ട്. എന്നാൽ ഇയാൾ നല്ല കുടിയനാണ്. ആ കുടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ തന്നെ അമ്മയുടെ മരുന്ന് വാങ്ങാൻ പറ്റും. പക്ഷെ ഇയാൾ ഇത് ചെയ്യില്ല. ആൻഡ്രൂനെ ഒരുപാട് ദേഷ്യപ്പെട്ട് ചീത്ത പറയാണ്. ആൻഡ്രൂന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ അവൻ പഠിക്കുന്നത് സ്റ്റേറ്റ് സ്കൂളിലാണ്, അവിടെ ഫീസ് അടയ്ക്കേണ്ട. നിങ്ങളെന്താ മണ്ടനാണോ? സ്റ്റേറ്റിൽ പൈസ അടയ്ക്കേണ്ടെന്ന് പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. എന്നെ മണ്ടാന്ന് വിളിച്ചോന്ന് പറഞ്ഞിട്ട് ആൻഡ്രൂനെ അടിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ ഇപ്രാവശ്യം ആൻഡ്രൂ വെറുതെ വിടുന്നില്ല. അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് അച്ഛനെ തിരിച്ചടിച്ച് തറയിലിടുകയാണ്. അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും അച്ഛനെ അടിച്ചിട്ടിട്ട്. ഈ നേരം ആൻഡ്രൂ പവേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ ആഘാതം കസിൻ ഏറ്റിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്ക് ഒരുമിച്ചാണല്ലോ പവേഴ്സ് കിട്ടിയത്. ഇവർ 3 പേര് ലിങ്ക്ഡ് ആണ്. ഒരാൾ പവേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ 3 പേരുടെ മൂക്കിൽ നിന്നും ചോര വരും. അതുപോലെ തന്നെ കസിന്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്. അപ്പൊ കസിൻ അവിടെ നിന്ന് മൂക്ക് തുടക്കുകയാണ്. പിന്നിൽ തന്നെ ആ പെൺകുട്ടിയുണ്ട്, കാസിയുണ്ട്. കാസി അവനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് കാസി അവളെ വീഡിയോ എടുക്കും. അവള് ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. അതായത് ഇവർ അത്രയും കണക്ഷൻ ഉണ്ട്. ഈ നേരം ആൻഡ്രൂ ആകാശത്ത് വന്നിരുന്ന് വിഷമിക്കുകയാണ്. അവൻ ആകാശത്ത് അങ്ങനെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. അതേ നേരം അങ്ങോട്ട് കൂട്ടുകാരൻ കൂടെ വരുന്നുണ്ട്. കൂട്ടുകാരനെ കാണുമ്പോഴേ ആൻഡ്രൂന് ദേഷ്യം വരും. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇവിടെ നിന്ന് പോ, എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ കേൾക്കുന്നില്ല. എനിക്ക് അറിയത്തില്ലടാ, എന്റെ മൂക്കിൽ നിന്ന് ചോര വന്നു എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട്. അതായത് കൂട്ടുകാരന്റെ മൂക്കിൽ നിന്ന് ചോര വന്നിട്ടുണ്ട്. ആൻഡ്രൂന്റെ മുഖത്ത് നോക്കുമ്പോൾ ആൻഡ്രൂന്റെ മുഖം എല്ലാം നീരടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ ചോദിക്കുക എന്താ പറ്റിയ, അച്ഛൻ നിന്നെ തല്ലുമെന്ന്. ഇതൊന്നും കേൾക്കുമ്പോൾ ആൻഡ്രൂന് ഇഷ്ടപ്പെടത്തില്ല. നീ എന്റെ കൂട്ടുകാരനല്ല, പോടാന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ കൂട്ടുകാരനെ, എനിക്ക് നിന്നെ വിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ആൻഡ്രൂന് ദേഷ്യം വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കൂട്ടുകാരന്റെ മണ്ടയ്ക്കോട്ട് ഒരു മിന്നല് അടുപ്പിച്ചു കൊടുക്കുകയാണ്. ഇവന് മിന്നലിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവന് ദേഷ്യം വരുമ്പോഴെല്ലാം മിന്നല് ഭയങ്കര രീതിയിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരന്റെ ദേഹത്ത് മിന്നൽ അടിക്കുകയാണ്. കൂട്ടുകാരൻ തറയിൽ പോയി വീഴുന്നുണ്ട്. പിന്നീട് എന്താ നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ കൂട്ടുകാരന്റെ മരണച്ചടങ്ങ് നടക്കുന്ന ദിവസമാണ് കാണിക്കുന്നത്. കൂട്ടുകാരൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. കൂട്ടുകാരന്റെ മരണച്ചടങ്ങിലും ആൻഡ്രൂ ആണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് കസിൻ അവിടെ നിൽപ്പുണ്ട്. കസിന് ഡൗട്ട് മൊത്തം ആൻഡ്രൂനെയാണ്. അവസാനമായിട്ട് കൂട്ടുകാരൻ കാണാൻ പോയത് ആൻഡ്രൂനെയാണ്. പിന്നെ കൂട്ടുകാരൻ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. എല്ലാരും പിരിഞ്ഞു പോയതിനു ശേഷം കസിൻ വന്ന് ആൻഡ്രൂനെ കാണും. ക്യാമറ ഓഫാക്കാൻ പറയും ഇതിനെപ്പറ്റി സംസാരിക്കാനായിട്ട്. എന്നാൽ ആൻഡ്രൂ ഓഫാക്കുന്നില്ല. ക്യാമറ തട്ടിപ്പറിക്കാനായിട്ട് കസിൻ ശ്രമിക്കുമ്പോൾ അതിനും കഴിയുന്നില്ല. ആൻഡ്രൂ ക്യാമറയെ ദൂരോട്ട് നിർത്തിയിട്ട് ആകാശത്ത് പറത്തി നിർത്തിയൊക്കെയാണ് വീഡിയോ എടുക്കാനായിട്ട്. കസിൻ ഒരുപാട്
ഒരുപാട് ദേഷ്യപ്പെടും. ഇപ്പോഴാണോടാ നീ ഇങ്ങനെ കാണിക്കുന്നത്? സത്യം പറ, നീ അവൻ എന്താ ചെയ്തത്? ഒരിക്കലും അവന് മിന്നലേക്കാനുള്ള സാധ്യതയില്ല. അത് അവൻ എന്തിനാണ് ഈ രാത്രി ഗ്രൗണ്ടിൽ പോയി നിൽക്കുന്നത്? അവൻ എന്തിനായിരിക്കും രാത്രി ഗ്രൗണ്ടിൽ പോയത്? ഒരിക്കലും അവൻ പോകത്തില്ല. നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആൻഡ്രൂ പറയുന്നില്ല. അവൻ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പറന്ന് മാറിപ്പോവാണ് അവന്റെ ക്യാമറ എടുത്തിട്ട്. പിറ്റേ ദിവസം ആൻഡ്രൂ കൂട്ടുകാരനെ അടക്കിയ ആ സ്ഥലത്ത് വരും. അവനോട് ക്ഷമ പറയും. അവൻ അറിയാതെ ചെയ്തതാണ്, അവൻ ഒരുപാട് വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ മരണപ്പെട്ടു പോയല്ലോ. ആ ഒരു ദേഷ്യത്തിൽ ആൻഡ്രൂ ചെയ്തതാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്നത് കൂട്ടുകാരനെ കിട്ടിയ ഗ്രൗണ്ടിൽ നിന്നാണ്. ആ ഗ്രൗണ്ടിൽ ഇടിമിന്നൽ ഏറ്റിട്ടുണ്ട്. അത് ആൻഡ്രൂന്റെ പവേഴ്സ് യൂസ് ചെയ്ത് അവൻ ചെയ്തതാണ്. ബാക്കിയുള്ളവരെ ബോധിപ്പിക്കണ്ടേ അവന് സാധാ രീതിയിൽ മിന്നലേറ്റതാണെന്ന്. അതുകൊണ്ട് തന്നെ ആൻഡ്രൂ അവനെ കൊന്നതിന് ശേഷം, മിന്നൽ അടിപ്പിച്ച് കൊന്നതിന് ശേഷം ആ ഗ്രൗണ്ടിൽ മിന്നൽ അടിപ്പിച്ചു. അങ്ങനെ ആൾക്കാർക്ക് സംശയം തോന്നാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. പിറ്റേന്ന് അവൻ സ്കൂളിൽ വരുമ്പോൾ എല്ലാ പിള്ളേരും അവനെ കളിയാക്കാണ്. ഇവൻ പാർട്ടിക്ക് പോയ സമയത്ത് ആ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ അവളുടെ മണ്ടയിൽ കൂടെ ഛർദ്ദിച്ചില്ലേ, അതിനെ പറ്റിയാണ് എല്ലാവരും കളിയാക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബുള്ളിയുണ്ട്. ബുള്ളി അവനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ബുള്ളിനെ വെറുതെ വിടത്തില്ല. ബുള്ളി നടന്നു പോകുന്ന സമയത്ത് അവനെ വിളിച്ചിട്ട് അവന്റെ 3 പല്ല് ആൻഡ്രൂ പവേഴ്സ് യൂസ് ചെയ്ത് പിടിതങ്ങെടുക്കും. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇത് കണ്ട് ആകെ പേടിച്ചു പോകുന്നുണ്ട്. പിന്നീട് ആൻഡ്രൂ ബാത്റൂമിൽ വന്നിട്ട് ആ പല്ലെടുത്ത് ക്യാമറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇത് ഇങ്ങനെ പിഴുതെടുത്തു, നല്ല രസമായിരുന്നു, ഒരെണ്ണം പൊട്ടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവൻ ഒരു ഭീകരമായിട്ടുള്ള സൈക്കോ ആയി മാറിയിരിക്കുകയാണ്. സ്കൂൾ കഴിഞ്ഞിട്ട് അവ ഒരു ജങ്കാർഡിൽ പോയിരിക്കും. അവിടെ പോയിരുന്നിട്ട് ഇവ ഓരോ മണ്ടത്തരങ്ങളൊക്കെ പറയാണ്. മനുഷ്യൻ ബാക്കിയുള്ള മൃഗത്തിൽ നിന്ന് വ്യത്യസ്തരാണ്. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ള മൃഗങ്ങളെ വേട്ടയാടി അവരെ കൊന്നു കളയും. ശക്തരായിട്ടുള്ള ജീവികൾ ജീവനോടെ ഇരിക്കും. അതിനർത്ഥം വേറെന്തൊക്കെയില്ലേ. ഇതും പറഞ്ഞിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ കിടക്കുന്ന ഒരു കാറ് കൈവച്ച് ചളുക്കുകയാണ്. അതിനെ ഇങ്ങനെ കൈവച്ച് പിടിക്കുമ്പോ, കാറിനെ പിടിക്കണ്ട, അവൻ കൈവച്ചൊന്ന് അമർത്തുമ്പോ ആ കാറ് ഞരഞ്ഞ് അരഞ്ഞു പോവാണ്. വേറൊന്നുമല്ല, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ജീവികൾ നിലനിൽക്കുമെന്നാണ് അവൻ പറയുന്നത്. മനുഷ്യരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ ഒരുപാട് പവേഴ്സ് ഇല്ലേ. അപ്പൊ അവന് പവേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ജീവികളെ നശിപ്പിച്ച് കളയും. അവനെ എതിർക്കാൻ ചെല്ലുന്ന ആൾക്കാരെ നശിപ്പിച്ച് കളയുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. രാത്രി ആവുന്ന സമയത്ത് അവൻ റൂമിൽ വന്നിട്ട് അവന്റെ അമ്മയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങാനായിട്ട് പോവാണ്. പക്ഷെ അവന്റെ പൈസയൊന്നുമില്ല. ആ നേരം അങ്ങോട്ട് കസിൻ വരും. കസിൻ വന്നിട്ട് അവനോട് ദേഷ്യപ്പെടും. എന്താടാ നീ ഇന്ന് സ്കൂളിൽ കാണിച്ചതെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ആൻഡ്രൂ തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. നീ നിന്റെ കുറെ റൂൾസും, എനിക്ക് റൂൾസ് ഒന്നും പാലിക്കാൻ പറ്റത്തില്ല, നീ മേലായി നീ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല, ഇതൊക്കെ പറഞ്ഞ് കസിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. കസിൻ ദേഷ്യം വന്നിട്ട് ആൻഡ്രൂനെ ഇടിക്കാനായിട്ട് നോക്കുമ്പോൾ ഇടി കൊള്ളുന്നില്ല. കാരണം ആൻഡ്രൂ പവേഴ്സ് യൂസ് ചെയ്ത് അത് പിടിച്ചു നിർത്തുകയാണ്. കസിൻ ആകെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ആൻഡ്രൂനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കസിന് മനസ്സിലായി. കസിൻ പോയതിനു ശേഷം അവൻ നേരെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അമ്മയ്ക്ക് വേണ്ട മരുന്ന് പറയും. അമ്മയ്ക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ട് ആ മരുന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ. എന്നാൽ ആ മെഡിക്കൽ സ്റ്റോറിലുള്ള ആൾക്കാർ കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അത് ഓർഡർ ചെയ്ത് വരുത്തണം. പക്ഷേ $700 ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യാൻ പറ്റൂ. ആൻഡ്രൂന്റെ ആ പൈസ ഇല്ല. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് തരത്തുള്ളൂ എന്ന് ആ മെഡിക്കൽ ഷോപ്പിലുള്ള ആൾക്കാർ പറയും. പിറ്റേന്നാവുന്ന സമയത്ത് ആൻഡ്രൂ വീട്ടിൽ നിന്ന് അച്ഛൻ പോകുന്നത് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അച്ഛനെ ഇത് കാണുന്നുണ്ടെങ്കിലും അവനെ മൈൻഡ് ചെയ്യാതെ പോവാണ്. അച്ഛൻ പോയതിനു ശേഷം അച്ഛൻ ഒരു ഫയർ ഫൈറ്റർ അല്ലേ, അയാളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോവും. മാസ്ക് ഒക്കെ വെച്ചിട്ട് ആളെ തിരിച്ചറിയാതിരിക്കാനായിട്ട്. അവിടെ തന്നെ നേരത്തെ നമ്മൾ കണ്ട തെരുവ് ഗുണ്ടകൾ ഇരിപ്പുണ്ട്. അവന്മാരെ കാണുമ്പോൾ നിന്റെയിലൊക്കെ ഇരിക്കുന്ന പൈസ തരാൻ പറയും. ഇവന്റെ ഈ സംസാര ശൈലി വെച്ച് തന്നെ അവന്മാര് തൂക്കും ഇത് ആൻഡ്രൂ ആണെന്ന്. നീ ആൻഡ്രൂ ആണോടാ, ഇങ്ങ് വാടാ, നിനക്ക് പണി തരാന്ന് പറഞ്ഞ് അവന്മാർ അടുത്ത് വരുമ്പോൾ ഇവൻ അവനെ നോക്കി വെടിവെക്കുന്നത് പോലെ കാണിക്കും. അതിനകത്ത് നിന്ന് ഒരുത്തൻ തെറിച്ചു പോകും. ഇത് കാണുന്ന അവന്മാർക്ക് മനസ്സിലായി ആൻഡ്രൂ സാധാരണ ഒരു പയ്യനല്ലാന്ന്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാർ ഓടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആൻഡ്രൂ വിടത്തില്ല. ഓരോ ആൾക്കാരെ അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് അടിച്ചിടുകയാണ്. അവന്മാരെല്ലാരെയും അടിച്ചിട്ടതിന് ശേഷം ഇവ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഓരോ ആൾക്കാരുടെ പോക്കറ്റിൽ നിന്നും പൈസ എടുക്കും. ഈ പൈസ എല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ മാറിയിരുന്ന് എണ്ണി നോക്കുമ്പോൾ അത് തികയില്ല മരുന്ന് വാങ്ങാനായിട്ട്. ഇനിയും പൈസ വേണം. ഇനി പൈസക്കായിട്ട് അവൻ എന്ത് ചെയ്യും? പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഒരു കടയിൽ ചെല്ലും. തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ട്. കടയും പെട്രോൾ പമ്പും ഒരുമിച്ചാണ്. ആ കടയിൽ ചെന്നിട്ട് അയാളെ അടിച്ചു തെറിപ്പിക്കും. അവിടെ ഷോപ്പ് നോക്കാനായിട്ടിരുന്ന ആളെ അടിച്ചു തെറിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ അവിടുത്തെ ഡ്രോയർ തുറന്ന് പൈസ എടുക്കുന്നുണ്ട്. അതും പവേഴ്സ് യൂസ് ചെയ്താണ്. ഈ പൈസ എടുത്ത് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ കടയിലെ ഓണർ വെറും മനുഷ്യനല്ല, അയാളുടെ തോക്കുണ്ട്. ആ തോക്ക് എടുത്തോണ്ട് വന്ന് ആൻഡ്രൂനെ വെടിവെക്കാനായിട്ട് നോക്കുമ്പോൾ ആൻഡ്രൂ അവന്റെ പവർ യൂസ് ചെയ്ത് തോക്ക് തട്ടി തെറിപ്പിക്കും. ഈ തോക്ക് ചെന്ന് കൊള്ളുന്നത് എവിടാണ്? അവിടെ കുറെ പെട്രോളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലാണ് ഈ പെട്രോൾ പൊട്ടിത്തെറിച്ചിട്ട് രണ്ടുപേരും കൂടെ തെറിച്ചു വീഴും. രണ്ടുപേരുടെ ദേഹത്തും തീ കത്തുന്നുണ്ട്. കട്ട് ചെയ്താൽ ആൻഡ്രൂനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ മരണപ്പെട്ടിട്ടില്ല. ഇവനെ കാണാനായിട്ട് അവന്റെ അച്ഛൻ വരുന്നുണ്ട്. പിന്നെ ഇവനെ കാത്തുകൊണ്ട് കുറെ പോലീസും പുറത്തിരിപ്പുണ്ട്. എന്താ നടക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നേ അവർക്ക് അറിയാവൂ. ആൻഡ്രൂ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലീസുകാർക്ക് അറിയാം. പക്ഷെ എന്താണ് കറക്റ്റായിട്ടുള്ള തെറ്റെന്ന് അവർക്കറിയില്ല. ആൻഡ്രൂ ഇപ്പൊ കോമയിൽ കിടക്കാണ്. അച്ഛൻ വന്ന് ആൻഡ്രൂനെ കാണും. പോലീസുകാർ അച്ഛനെ ആൻഡ്രൂനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് പോകും. കാരണം അച്ഛൻ ആൻഡ്രൂനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുറച്ചു നേരം ആൻഡ്രൂനെ കൈ പിടിച്ചിരുന്ന് കരയും. എന്നിട്ട് അവനോട് പറയും, നിന്റെ അമ്മ മരിച്ചു പോയെന്ന് കഴിഞ്ഞ രാത്രി. ഈ അമ്മ മരിച്ചു പോയ സമയത്ത് പുള്ളിക്കാരന് അമ്മയുടെ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിന് കാരണം എന്താണ്? ആൻഡ്രൂനെ തിരക്കി അയാൾ രാത്രി മൊത്തം പുറത്തിറങ്ങി നടന്നു.
ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതിന് കാരണം ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ട് അവനോട് ക്ഷമ പറയാനായിട്ട് പറയും. കോമയിൽ കിടക്കുന്ന അവനോട് ക്ഷമ പറയാനായിട്ട് പറയും. അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. എന്നാൽ അവൻ കോമയിലാണ്. കുറെ നേരം ദേഷ്യപ്പെടുമ്പോൾ ആൻഡ്രൂവിന് ദേഷ്യം വരും. അവന് ബോധം വരുവാണ്. പെട്ടെന്നൊരു ഫോഴ്സ് തെറിച്ചു പോവും. വേറൊന്നുമല്ല, ഇവൻ ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് കണ്ണാടിയൊക്കെ പൊട്ടിപ്പോവാണ്. മറ്റേ ആൾക്കും എന്തൊക്കെയോ പറ്റുന്നുണ്ട്. അയാളും തെറിച്ചു പോകുന്നുണ്ട്. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇത്രയും നേരം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അവൻ കോമയിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. ഈ നേരം കസിനും കാസിയും കൂടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നിൽക്കുകയാണ്. ഒരു കുഞ്ഞു പയ്യന്റെ ബർത്ത്ഡേ പാർട്ടിക്ക്. ആ നേരം കസിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. കാരണം ആൻഡ്രൂ പവേഴ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ്. അവൻ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. TV ന്യൂസ് നോക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ തീ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ വരുന്നുണ്ട്. ആരോ ബോംബ് വെച്ചതാണെന്ന്. പക്ഷെ ബോംബ് വെച്ചതൊന്നുമല്ല, ആൻഡ്രൂന്റെ പവേഴ്സ് യൂസ് ചെയ്തതാണ്. കസിന് കാര്യം മനസ്സിലായി. കസിൻ പെട്ടെന്ന് തന്നെ ഗേൾ ഫ്രണ്ടിന്റെ ചാബി വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ഓടും. പക്ഷെ ഗേൾ ഫ്രണ്ട് ഞാനും വരുന്നെന്ന് പറഞ്ഞ് അവന്റെ കൂടെ കാറിൽ ചെന്ന് കയറുകയാണ്. രണ്ടുപേരും കൂടെ കാർ എടുത്ത് ആ ഹോസ്പിറ്റലിന്റെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ, അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. തീ പിടിച്ചിട്ടുണ്ട്. ആ തീന്റെ ഇടയിൽ കൂടെ ആൻഡ്രൂ പുറത്തോട്ട് ഇറങ്ങി വരും. അതും പറന്നിട്ട് കയ്യിൽ തന്നെ അച്ഛനും ഉണ്ട്. അച്ഛനെ തൂക്കി പിടിച്ചേക്കാണ്. ആ പൊക്കപ്പുറത്തുനിന്ന് അച്ഛനെ തറയിലോട്ടിടും. എന്നാൽ കസിൻ വെറുതെ വിടത്തില്ല. അവൻ ഇത്രയും ആൾക്കാർ കൂടി നിൽക്കുന്നത് പോലും ആലോചിക്കാതെ അച്ഛനെ ചെന്ന് പിടിച്ച് സേഫ് ആയിട്ട് താഴെ ഇറക്കുകയാണ്. ഇത് കണ്ട് കാസി ഞെട്ടിപ്പോകുന്നുണ്ട്. സ്വന്തം ബോയ് ഫ്രണ്ടിന് എന്തൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതിലുപരി അവൾക്ക് വിഷമാവാണ്. ഈ പവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് കസിൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കസിൻ പെട്ടെന്ന് തന്നെ കാസിനെ പിടിച്ച് കാറിൽ കയറ്റും. കാർ എടുത്ത് പോവാണ്. പോകുന്ന സമയത്ത് ഹെലികോപ്റ്റർ ഒക്കെ തകർന്നു വീഴുന്നുണ്ട്. അതുള്ള ഒരു പോലീസുകാരൻ അവരോട് എന്തോ പറയാനായിട്ട് വരുമ്പോൾ ആ പോലീസുകാരനെ ആരോ പിടിച്ചു വലിക്കും. മറ്റാരും അല്ലാതെ ആൻഡ്രൂ തന്നെയാണ്. ആൻഡ്രൂ ഇവിടെ നിപ്പുണ്ട്. അധികം വൈകാതെ തന്നെ അവരുടെ കാർ ആകാശത്തോട്ട് പൊന്താണ്. ഇത് പൊന്തി അവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൽ ചെല്ലും. അവിടെ തന്നെ ആൻഡ്രൂ നിപ്പുണ്ട്. കസിനാണെങ്കിൽ കാസിനെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ കാറിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം ആൻഡ്രൂ പവേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ അവന് യാതൊരു ബന്ധമില്ലാന്ന് കാസിയോട് പറയുന്നുണ്ട്. പക്ഷെ കാസി ആകെ പേടിച്ച് നിൽക്കുകയാണ്. അത്രയും പൊക്കത്താണ് ഈ കാർ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ കസിനെ ഗ്ലാസ് പൊട്ടിച്ച് ആൻഡ്രൂ പുറത്തോട്ട് പിടിച്ചു വലിക്കും. ഈ കാർ താഴോട്ട് പോയി വീഴാനായിട്ട് പോകും. എന്നാൽ കസിൻ വിട്ടുകൊടുക്കത്തില്ല. അവന്റെ ഗേൾ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ട് ആ കാറിൽ നിന്ന് ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ പുറത്തോട്ട് പിടിച്ചെടുക്കും. കാർ തറയിൽ വീണ് പൊട്ടുന്നുണ്ട്. ഗേൾ ഫ്രണ്ടിനെ സേഫ് ആയിട്ട് താഴെ ഇറക്കുന്നുണ്ട്. എനിക്കിപ്പം നിന്നോട് സംസാരിക്കാനായിട്ട് സമയമില്ല, ആൻഡ്രൂവിനെ നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കസിൻ ആകാശത്തോട്ട് പറന്നു പോകും. അവൻ പറന്നു പോയിട്ട് ആൻഡ്രൂവിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ നേരം ഹെലികോപ്റ്റേഴ്സ് ഒക്കെ തൊട്ട് സൈഡിൽ പറക്കുന്നുണ്ട്. അത് പോലീസിന്റെ ഹെലികോപ്റ്റേഴ്സ് ആണ്. രണ്ട് മനുഷ്യരാണ് ആകാശത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ആൾക്കാർക്ക് ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലുള്ള ആൾക്കാർ ഇതൊക്കെ വീഡിയോ എടുത്ത് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ ആൻഡ്രൂ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടുത്തെ ചില്ലൊക്കെ പൊടിച്ചിട്ട് അവിടെ നിൽക്കുന്ന എല്ലാവരുടെ ഫോണും തട്ടിപ്പറിക്കുകയാണ് അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത്. കസിൻ പറയുന്നുണ്ട്, ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. പോലീസിന് പിടി കൊടുക്കണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. നമ്മൾ ഇത്രയും മോശപ്പെട്ട ആൾക്കാരല്ല, ഇങ്ങനെയും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആൻഡ്രൂ കേൾക്കുന്നില്ല. ഞാനൊരു അപ്പെക്സ് പ്രഡേറ്ററാന്ന് പറയും. മറ്റൊന്നുമല്ല, മറ്റുള്ള ജീവികളെ കൊന്നിട്ട് അതിൽ ഡൊമിനേറ്റ് ചെയ്യുന്ന ജീവിയാണെന്ന് പറയും. ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ജീവി നിലനിൽക്കും, ബാക്കിയുള്ള ജീവികളെല്ലാം മരിച്ചു പോകും. ഇതും പറഞ്ഞിട്ട് കസിന് ഒരു ബസ് കൊണ്ടുവച്ച് ഇടിക്കുകയാണ്. ഈ ബസ് നേരെ ചെന്ന ഒരു ബിൽഡിങ്ങിൽ പതിക്കും. കൂടെ തന്നെ കസിനും ഉണ്ട്. പക്ഷേ കസിന് വലുതായിട്ടൊന്നും പറ്റുന്നില്ല, കാരണം അവന് സൂപ്പർ പവേഴ്സ് ഉണ്ട്. കസിൻ വിട്ടുകൊടുക്കത്തില്ല. കസിൻ വീണ്ടും തിരിച്ചു വന്ന് ആൻഡ്രൂ ആയിട്ട് ഫൈറ്റ് ചെയ്യും. ആൻഡ്രൂവിനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല. അവനോട് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അവനാകെ പ്രാന്ത് കയറി നിന്നിട്ട് ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയാണ്. കസിനും ആൻഡ്രൂവും കൂടെ ഫൈറ്റ് ചെയ്യും. എമാര് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് ഒക്കെ പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പല ബിൽഡിങ്ങുകളും തകർന്നു പോവാണ്. അവസാനം എങ്ങനെ ആൻഡ്രൂവിനെ അടിച്ച് ബോധം കെടുത്തി ഒരു സൈഡിൽ കൊണ്ടുവയ്ക്കും. കസിൻ ഇതൊക്കെ ആകുമ്പോൾ ഒരുപാട് വിഷമാവുന്നുണ്ട്. അവൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആ സമയം അങ്ങോട്ട് കുറെ പോലീസുകാരൊക്കെ വരുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് കസിനെ ഹാൻഡ്സപ്പിൽ നിർത്തും. അനങ്ങിയ വെടിവെക്കുമെന്ന് പറയും. പക്ഷെ ഈ പോലീസുകാർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പെട്ടെന്ന് തന്നെ കസിന്റെ വിരലിലോട്ട് ഷൂട്ട് ചെയ്യാണ്. അവന്റെ കയ്യിൽ വെടി കൊള്ളുന്നുണ്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആൻഡ്രൂ ജീവനോടെ എണീറ്റിട്ടുണ്ട്. ആൻഡ്രൂനെ ഷൂട്ട് ചെയ്തതാണ് കസിന്റെ ദേഹത്ത് കൊണ്ടത്. ആൻഡ്രൂ അവിടെ നിന്ന് പറന്നുപോയി. പിന്നാലെ തന്നെ കസിനും ചെല്ലും. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ. അവന്റെ ഒരു വിരല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് വെടി കൊണ്ടിട്ട്. പിന്നെയും കസിനും ആൻഡ്രൂ ആയിട്ട് ഫൈറ്റ് ചെയ്യും. ആൻഡ്രൂനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. സാധാരണ ജനങ്ങളാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂനെ എങ്ങനെയൊക്കെ അടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവരും. അവിടെ ബോധം കെടുത്തിയിടും. എന്നാൽ അവന് വലുതായിട്ട് ബോധം പോകുന്നില്ല. ഇവ എണീക്കും. അങ്ങോട്ട് വേറെ കുറെ പോലീസുകാരൊക്കെ വന്ന് ആൻഡ്രൂ നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ നടക്കത്തില്ല. ആൻഡ്രൂന്റെ പവേഴ്സ് യൂസ് ചെയ്ത് എല്ലാ ബുള്ളറ്റും പിടിച്ചു നിർത്താണ്. തിരിച്ചൊറ്റ ഫോഴ്സ് കൊടുക്കലാണ്. അവിടെ നിന്ന പോലീസ് വണ്ടിയും പോലീസുകാരും എല്ലാവരും തെറിച്ചു പോകുന്നുണ്ട്. ഇതൊന്നും കണ്ടുകൊണ്ട് കസിന് നിൽക്കാൻ പറ്റുന്നില്ല. അവൻ നല്ലൊരു പയ്യനാണ്. അവന് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവിടെ തന്നെ ഒരു ശില്പമുണ്ട്. ആ ശില്പത്തിന്റെ കയ്യിൽ പ്രത്യേകതരം ഒരു കുന്തമുണ്ട്. യവൻ ഈ ദേഷ്യം കാണിക്കുന്ന സമയത്ത് ചില്ലൊക്കെ പൊട്ടിയിട്ട് അവിടെ നിൽക്കുന്ന സാധാരണ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇനി അവനെ വെറുതെ വിട്ടാല് സാധാരണ ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് കസിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആകെയുള്ള വഴി ആൻഡ്രൂനെ കൊന്നു കളയലാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഒരു കുന്ത ഇരിപ്പില്ലായിരുന്നു, ഒരു പ്രതിമയുടെ കയ്യില്. ആ കുന്ത
സ്വന്തം കസിന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ആൻഡ്രൂന്റെ വയറ് വഴി തുളച്ച് അപ്പുറത്ത് കൊണ്ടുവരും. അവിടെ വെച്ച് തന്നെ ആൻഡ്രൂ മരണപ്പെട്ടു പോവാണ്. ഇവൻ ഇത്രയും പവേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ കസിൻ ബോധം കെട്ട് തറയിൽ വീഴും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോലീസുകാരൊക്കെ വന്ന് കസിനെ വളയുന്നുണ്ട്. എന്നാൽ കസിൻ വെറുതെ വിടത്തില്ല. അവൻ പെട്ടെന്ന് തന്നെ ബോധത്തിലോട്ട് വന്നിട്ട് അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഇനി പോലീസുകാരുടെ കയ്യിൽ കിട്ടിയാൽ കസിനെ രക്ഷയില്ല, അവനെ വേറെന്തെങ്കിലും എക്സ്പെരിമെന്റിന് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അവൻ അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോയത്. കട്ട് ചെയ്താൽ കുറച്ച് ദിവസത്തിന് ശേഷം കസിൻ ആണെങ്കിൽ വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച് ആകാശത്തോടെ പറന്ന് നേരെ ടിബറ്റിൽ ചെല്ലും. ആൻഡ്രൂന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ടിബറ്റിൽ പോകണമെന്ന്. അപ്പൊ ആൻഡ്രൂന് വേണ്ടിയിട്ടാണ് ടിബറ്റിൽ വന്നിരിക്കുന്നത്. ആൻഡ്രൂന്റെ ക്യാമറ കയ്യിലുണ്ട്. ആ ക്യാമറ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെക്കുകയാണ്. ആൻഡ്രൂനോട് ആദ്യം ക്ഷമ പറയും. പിന്നീട് ആൻഡ്രൂന് ടിബറ്റ് എന്ന് പറയുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും. ആൻഡ്രൂന് അവിടെ നിൽക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹം. അതുകൊണ്ട് തന്നെ കസിൻ ആ ക്യാമറ വെച്ചിട്ട് അവിടെ നിന്ന് പറന്ന് മാറിപ്പോവാണ്. ഇനി ചിലപ്പം കസിൻ ഒളിച്ചായിരിക്കും താമസിക്കാൻ പോകുന്നത്. പിന്നീട് എന്ത് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. എന്തായാലും കസിന് നല്ല വിഷമമുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. അവന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അവനെ കൊന്നില്ലായിരുന്നെങ്കിൽ വേറെ കുറെ ജനങ്ങൾ മരിച്ചു പോയേനെ. എന്തായാലും കസിൻ അവിടെ നിന്ന് പറന്നു പോയതായിട്ട് കാണിച്ചുകൊണ്ട് 2012 പുറത്തിറങ്ങിയ ക്രോണിക്കിൾ എന്ന് പറയുന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ പറയാ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അത് കമന്റിൽ പറയാ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.